സിറോ മലബാർ സഭ കുർബാന തർക്കത്തിൽ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ കോടതിയിൽ ഹർജി. ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരിനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാണ് ഹർജിയിലെ ആവശ്യം. സിനഡ് കുർബാന അർപ്പിക്കാൻ സാഹചര്യം ഒരുക്കണമെന്ന കോടതി വിധി നടപ്പാക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം വിശ്വാസികളാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ മലങ്കര വിഷയം അതിസങ്കീർണമാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ആയിരുന്നല്ലോ ജനാഭിമുഖ കുർബാനയുമായി ബന്ധപ്പെട്ട് ലഘുലേഖ പുറത്തിറക്കിയത്, അല്ലെങ്കിൽ കുറിപ്പ് പുറത്തിറക്കിയത്. അതായത് മാർപ്പാപ്പയുടെ നിർദ്ദേശം ആണ് പാലിക്കപ്പെടേണ്ടത്, അങ്ങനെ പാലിക്കാത്തവരെ പുറത്താക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ പുറത്തായതായി കണക്കാക്കുമെന്നൊക്കെയുള്ള നിലയിൽ ഇപ്പോഴിത് വീണ്ടും ഒരു നിയമപരമായ പോരാട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായുള്ള നിയമപരമായ പോരാട്ടത്തിലേക്ക് എന്ന നിലയിലൊക്കെയാണോ വിലയിരുത്തേണ്ടത്? കുർബാന ഏകീകരണ വിഷയം അത് കുറച്ച് നാളുകൾക്ക് ശേഷം സിറോ മലബാർ സഭയിൽ, അതിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ പ്രതിസന്ധികളിലേക്ക് വീണ്ടും നീങ്ങുകയാണ്. ഇത് നടപ്പാക്കാൻ സഭാ നേതൃത്വം അസന്നിഗ്ധമായി തന്നെ തീരുമാനിക്കുന്നു. ഇതിൽ ജൂലൈ 4 മുതൽ അത് നടപ്പാക്കുകയാണ്. കുർബാന ഏകീകരിച്ച കുർബാന, നവീകരിച്ച കുർബാന ക്രമം അത് പിന്തുടരാത്ത വൈദികർ ആരും തന്നെയും സഭയ്ക്കകത്ത് ഉണ്ടാകില്ല എന്ന രീതിയിൽ തന്നെയാണ് ആർച്ച് ബിഷപ്പിൻ്റെയും അതോടൊപ്പം തന്നെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുടെയും സർക്കുലർ പുറത്തു വന്നിരിക്കുന്നത്. അത് ഒരു അന്ത്യശാസനം എന്ന രീതിയിൽ തന്നെയാണ്, ഇനി അവസരമില്ല എന്ന രീതിയിൽ തന്നെ വന്നിരിക്കുന്നു. എന്നാൽ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നു. അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരും അതോടൊപ്പം തന്നെ വിശ്വാസി സമൂഹവും എല്ലാം തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് പ്രത്യേകത. അതിൽ കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്ന പ്രതിഷേധം, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. ഇതിലിപ്പോൾ വ്യക്തമായും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു സർക്കുലർ അത് സിനഡിന് മുൻപ് വന്നിരിക്കുകയാണ്. സിനഡ് അടുത്തയാഴ്ച സിനഡ് ചേരുകയാണ്. സിനഡിലാണ് സാധാരണ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു പോവുക. സിനഡാനന്തര സർക്കുലർ ഉണ്ടാകും. പക്ഷേ അതിനെല്ലാം മുൻപ് തന്നെ ഇങ്ങനെ ഒരു സർക്കുലർ വന്നിരിക്കുന്നത് ചില ആളുകളുടെ താല്പര്യം കൊണ്ടാണ് വന്നിരിക്കുന്നത്. മനഃപൂർവ്വം പ്രശ്നങ്ങൾ സങ്കീർണമാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. തങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങളും തയ്യാറല്ല, തങ്ങളുടെ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകും. ജനാഭിമുഖ കുർബാന മാത്രമേ അവിടെ ഞങ്ങൾ ചൊല്ലുകയുള്ളൂ, സർക്കുലർ പോലും വായിക്കില്ല എന്നതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകാനുള്ള സജീവമായ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഈ സർക്കുലർ കത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി അത് പള്ളികളിലേക്കും ഈ രീതിയിൽ സമാനമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അതോടൊപ്പം ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിലയുറക്കുന്ന വിശ്വാസി സമൂഹവും അവരും ഇതിനെ നേരിടുക, ഇതിനെ പ്രതിരോധിക്കുക എന്ന രീതിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ബസിലിക്ക അടക്കം അടച്ചിടേണ്ടി വന്ന, 1 വർഷത്തോളം അടച്ചിടേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പോലീസ് അടക്കം ഇടപെടേണ്ടി വരുന്ന ഒരു സങ്കീർണതകളിലേക്കാണ് സഭയ്ക്കകത്തെ പ്രശ്നങ്ങൾ വഴിമാറുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതപക്ഷം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സിറോ മലബാർ സഭയിൽ മറ്റ് രൂപതകളിലോ അതിരൂപതകളിലോ ഇങ്ങനെയൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഈ കുർബാനയ്ക്കെതിരെ സിനഡും അതോടൊപ്പം തന്നെ വത്തിക്കാനും നിർദ്ദേശിച്ച കുർബാനയ്ക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ മറ്റൊരു സ്ഥലത്തും തന്നെയില്ല, ഇവിടെ മാത്രമാണ് തുടരുന്നത്. അപ്പോൾ ഈ പ്രതിഷേധത്തിൻ്റെ കാരണം എന്ത് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗിക പക്ഷവും ചോദിക്കുന്നത്. എന്നാൽ തങ്ങൾക്ക് സ്വതന്ത്രമായി നിലനിൽക്കണം, ഈ രീതിയിൽ തങ്ങളുടെ ആശയങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന രീതിയിൽ വിമത വിഭാഗം പറയുമ്പോൾ അത് എത്രത്തോളം അത്തരം ആശയങ്ങൾക്ക് ഒരു സഭയ്ക്കകത്ത്, അതിൻ്റെ ചട്ടക്കൂടിനകത്ത് നിലനിൽപ്പുണ്ട് എന്ന കാര്യവും ചോദ്യമാവുകയാണ്. എന്തായാലും സിറോ മലബാർ സഭയിൽ കുർബാന ഏകീകരണ വിഷയം വലിയ വിവാദങ്ങളിലേക്കും വീണ്ടും പ്രതിഷേധങ്ങളിലേക്കും നീങ്ങുകയാണ്. റൈറ്റ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഡാനി പോളാണ്. ഇടവേള.